മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ലൈവ് ന്യൂസ്. കേരള തീരത്തെത്തിയ ഇറാനിയൻ ബോട്ടിൽ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ വിട്ടയച്ചു. കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. വിനിത വിജിയാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഇവരുടെ രേഖകളെല്ലാം കൃത്യമായിരുന്നതിനെ തുടർന്ന് അതുകൊണ്ടാണ് വിട്ടയച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഈ ചട്ട ലംഘനങ്ങളോ നിയമലംഘനങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണോ? തീർച്ചയായും സ്മിത, അങ്ങനെ തന്നെയാണ്. സ്മിത സൂചിപ്പിച്ചതുപോലെ ഇവരുടെ പക്കലുണ്ടായിരുന്ന ഈ യാത്ര സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകളൊക്കെ ഇന്നലെ തന്നെ വിവിധ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായിരുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രാത്രിയോടുകൂടി അവരുടെ ബന്ധുക്കളുമായി അവർക്ക് പോകാനായ ഒരു അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നത്. കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളായിരുന്നു ആ ബോട്ടിലുണ്ടായിരുന്നത്. ഇവർ 6 പേരെയും അവരുടെ ബന്ധുക്കൾ എത്തിയതിനെ തുടർന്ന് അവർക്കൊപ്പം അന്വേഷണ സംഘം പറഞ്ഞയച്ചിട്ടുണ്ട്. പക്ഷേ ബോട്ട് ഇപ്പോഴും ഈ കോസ്റ്റ് ഗാർഡിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത്, ഈ മത്സ്യത്തൊഴിലാളികൾ നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് തൊഴിലുടമയിൽ നിന്ന് വലിയ രീതിയിലേക്കുള്ള ക്രൂര പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, ചെയ്ത ജോലിക്ക് ശമ്പളം പോലും ലഭ്യമായിരുന്നില്ല, തുടർന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരികയായിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ ഈ മത്സ്യത്തൊഴിലാളികൾ മൊഴി നൽകിയിരുന്നത്. ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ആ മൊഴിയിൽ വാസ്തവമുണ്ടെന്നും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. അതിനെ തുടർന്നാണ് ഈ 6 മത്സ്യത്തൊഴിലാളികളെയും അവരുടെ ബന്ധുക്കൾക്കൊപ്പം പോകാൻ അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നത്. ബോട്ട് ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. മറ്റ് നടപടിക്രമങ്ങൾ ഇനി അന്വേഷണ സംഘം സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, ഇറാനിയൻ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ വിട്ടയച്ചിരിക്കുന്നു. വിനിത വിജയാണ് വാർത്തകളും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.